കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു നെല്ലിക്ക അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഉപ്പിലിട്ട് കഴിഞ്ഞാലും അതിങ്ങനെ അവിടെ ഇരിക്കും. അപ്പം നെല്ലിക്ക അച്ചാറാകുമ്പോൾ നമുക്ക് കറിയുടെ കൂടെ ഏതെങ്കിലുമൊക്കെ കറിയുടെ കൂടെ കൂട്ടാമല്ലോ. അപ്പം ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുഴുങ്ങുന്നതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പുഴുങ്ങിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് അതിൽ നിന്ന്. പിന്നെ അല്ലികളായിട്ട് ഇങ്ങനെ ഇറുത്തെടുത്ത് ഞാൻ കുരു കളഞ്ഞില്ല കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ കുരു അത് അല്ലിയെ തന്നെ വെച്ചായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലിനകത്താണ് അച്ചാറിടുന്നത്. ഇവിടെ നമുക്ക് വേറെ എണ്ണയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ കായത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് വറുത്തൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് പൊടിച്ചെടുക്കണം. പിന്നെ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഉലുവ നമ്മൾ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് കളർ ഉണ്ടെന്നേ ഉള്ളൂ, എരിവില്ല കേട്ടോ. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏറെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ നെല്ലിക്ക ഇറുത്ത് വെച്ചതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്, നെല്ലിക്ക ഓൾറെഡി നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണല്ലോ, നമ്മൾ ഒത്തിരി അങ്ങ് ചൂടാക്കണ്ട. പിന്നെ ആ കായവും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കായം ഉൾവശം നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പൊടിഞ്ഞില്ല ശരിക്കും. ഞാൻ പിന്നെ ഒരു കഷ്ണം കൂടെ, വലിയൊരു കഷ്ണം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അത് ആറിയതിന് ശേഷം ചെറിയ ചൂടുണ്ടായിരുന്നു അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. എനിക്കിങ്ങനെ ഈ ഒരു പരുവത്തിലാണ്. പക്ഷേ ഇത് ഞാൻ അന്ന് രാത്രിയിലിട്ട്, ഇന്നലെ രാത്രി ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് പെരണ്ടിരിപ്പുണ്ടായിരുന്നുണ്ട്. ഇത് രാവിലത്തെ ആ ഒരു ഇതാണ് കണ്ടോ. ഇങ്ങനെ അരപ്പൊക്കെ ആ നെല്ലിക്കയ്ക്കുള്ളിൽ പെരണ്ടിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ട്. വെള്ളം പോലെയല്ല, അങ്ങ് ഒരുപാട് ഡ്രൈ അല്ല, അരപ്പും ഉണ്ട് എന്നാൽ തന്നെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.